നോക്കൂ, അഹഹ സൗവർണോ ഗ്രഹോ ദീപ്തി സാമാന്യാദു വൈ. അഹഹ അശ്വം പുരസ്താദ് മഹിമ അന്വജായത ഇതി കഥം അശ്വസ്യ പ്രജാപതിത്വാത്. പ്രജാപതിഃ ഹി ആദിത്യാദിലക്ഷണഃ അഹ്നാ ലക്ഷ്യത്തെ. അശ്വം ലക്ഷയിത്വാ അജായത സൗവർണോ മഹിമാഗ്രഹോ വൃക്ഷം അനു വിദ്യേത ഇതേ വിദ്യോതതേ വിദ്യുദിതി യദ്വത്. തസ്യ ഗ്രഹസ്യ പൂർവഃ സമുദ്രേ സമുദ്രോ യോനിഃ വിഭക്തിവ്യത്യേന. യോനിരിതി ആസാദനസ്ഥാനം. തഥാ രാത്രി രാജതഃ ഗ്രഹോ വർണ്ണസാമാന്യാത് ജഘന്യത്വ സാമാന്യാത് വാ. ഏനം അശ്വം പശ്ചാത് പൃഷ്ഠതഃ മഹിമ അന്വജായത. തസ്യ അപരേ സമുദ്രേ യോനിഃ മഹിമ മഹത്വാത്. അശ്വസ്യ ഹി വിഭൂതിഃ ഏഷാ യത് സൗവർണോ രാജതശ്ച ഗ്രഹൗ ഉഭയതഃ സ്ഥാപ്യത്തെ. തൗ ഏതൗ വൈ മഹിമാനൗ മഹിമാഖ്യൗ ഗ്രഹൗ അശ്വം അഭിതഃ സംബഭൂവതുഃ ഉക്തലക്ഷണൗ ഏവ സംഭൂതൗ. ഇത്തം അസൗ അശ്വഃ മഹത്വയുക്തഃ ഇതി പുനർവചനം സ്തുത്യർത്ഥം. തഥാ ച ഹയഃ ഭൂത്വാ ഇത്യാദി സ്തുത്യർത്ഥമേവ. ഹയഃ ഹിനോതേഃ ഗതികർമ്മണഃ വിശിഷ്ടഗതിഃ ഇത്യർത്ഥഃ. ജാതിവിശേഷോ വാ. ദേവാൻ അവഹത് ദേവത്വം അഗമയത് പ്രജാപതിത്വാത്. ദേവാനാം വാ വോഢ അഭവത്. അഹഹ സൗവർണഃ ഗ്രഹഃ ദീപ്തി സാമാന്യാത് വൈ. അഹഹ അശ്വം പുരസ്താത് മഹിമ അന്വജായത ഇതി കഥം അശ്വസ്യ പ്രജാപതിത്വാത്. പ്രജാപതിഃ ഹി ആദിത്യാദിലക്ഷണഃ അഹ്നാ ലക്ഷ്യത്തെ. അശ്വം ലക്ഷയിത്വാ അജായത സൗവർണഃ മഹിമാ ഗ്രഹഃ വൃക്ഷം അനുവിദ്യോതതേ വിദ്യുദിതി യദ്വത്. തസ്യ ഗ്രഹസ്യ പൂർവഃ സമുദ്രേ സമുദ്രഃ യോനിഃ വിഭക്തിർവ്യത്യയേന. യോനിഃ ഇതി ആസാദനസ്ഥാനം. തഥാ രാത്രി രാജതഃ ഗ്രഹഃ വർണ്ണസാമാന്യാത് ജഘന്യത്വ സാമാന്യാത് വാ. ഏനം അശ്വം പശ്ചാത് പൃഷ്ഠതഃ മഹിമ അന്വജായത. തസ്യ അപരേ സമുദ്രേ യോനിഃ മഹിമ മഹത്വാത്. അശ്വസ്യ ഹി വിഭൂതിഃ ഏഷാ യത് സൗവർണഃ രാജതശ്ച ഗ്രഹൗ ഉഭയതഃ സ്ഥാപ്യത്തെ. തൗ ഏതൗ വൈ മഹിമാനൗ മഹിമാഖ്യൗ ഗ്രഹൗ അശ്വം അഭിതഃ സംബഭൂവതുഃ ഉക്തലക്ഷണൗ ഏവ സംഭൂതൗ. ഇത്തം അസൗ അശ്വഃ
മഹത്വയുക്തഃ ഇതി പുനർവചനം സ്തുത്യർത്ഥം തഥാ ച ഹയഃ ഭൂത്വാ ഇത്യാദി ഉണ്ടോ അവിടെ? ഭൂത്വ ഇത്യാദി സ്തുത്യർത്ഥമേവ ഹയഃ ഹിനോതേഃ ഗതികർമ്മണോ വിശിഷ്ടഗതിരിത്യർത്ഥഃ ജാതിവിശേഷോ വാ ദേവാൻ അവഹത് ദേവത്വം അഗമയത് പ്രജാപതിത്വാത് ദേവാനാം വാ വോഠ അഭവത്. ബാക്കി പിന്നെ വായിക്കാം. അപ്പോൾ അഹ സൗവർണോ ഗ്രഹ. നേരത്തെ പറഞ്ഞു അശ്വമേധത്തിൽ 2 ഗ്രഹങ്ങൾ, 2 പാത്രവിശേഷങ്ങൾ മുമ്പിലും പിമ്പിലുമായി വയ്ക്കുന്നു. മുമ്പിൽ സ്വർണത്തിൻ്റെത്, പിന്നിൽ വെള്ളിയുടേത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഗ്രഹം. ഇപ്പം സൗവർണോ ഗ്രഹ, സ്വർണം കൊണ്ടുള്ള ഗ്രഹം പകലാണ്. പകല് അതെന്താ അങ്ങനെ പറഞ്ഞേ? ദീപ്തി സാമാന്യ, അത് പകലിന് നല്ല വെളിച്ചമാണ്, സ്വർണം പോലെ നല്ല ശോഭയോട് കൂടിയതാണ്. അതുകൊണ്ട് സ്വർണത്തോട് ഉപമിച്ചു പകലിനെ. അഹരശ്വം പുരസ്താത് മഹിമ അന്വജായത. അപ്പം അങ്ങനെ പകല് ഈ അശ്വത്തിൻ്റെ പുരസ്താത് മുൻഭാഗത്തായിട്ട് ജനിച്ചു ആ മഹിമ. ഏത് മഹിമ? സൗവർണ മഹിമ ജനിച്ചു. അതെന്തുകൊണ്ടാ? അശ്വം പ്രജാപതി ആണ്. ഇവിടെ അശ്വം ചാ കുതിരയല്ല, മൊത്തം വിരാട് പ്രപഞ്ചമാണ്, പ്രജാപതിയാണ്. പ്രജാപതിയായിട്ടാണ് അശ്വത്തെ മാനിക്കുന്നത്. പ്രജാപതി ആദിത്യാദി ലക്ഷണ അന്ന ലക്ഷ്യതേ. അപ്പം ആദിത്യാദി ലക്ഷണമായ പ്രജാപതിയെ നമ്മൾ അറിയുന്നത് പകൽ തുടങ്ങിയവ കൊണ്ടാണ്. ആദിത്യനെ നമ്മൾ ലക്ഷീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? പകൽ കൊണ്ടാണ്. പകലായി ആദിത്യൻ. ആ പകലിലൂടെ നമ്മൾ ആദിത്യനെ മനസ്സിലാക്കും. അതാണ്. ആദിത്യനെ കാണുന്നില്ല എന്ന് വിചാരിച്ചോളൂ. നമ്മൾ പല കാരണങ്ങളെ കൊണ്ട് ആദിത്യനെ കാണുന്നില്ല. പക്ഷെ പകലായി വെളിച്ചം പരന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആദിത്യം വന്നു എന്നുള്ളത്. അപ്പം ആദിത്യാദി പ്രജാപതി അന്നാലക്ഷ്യതയെ, പകൽ കൊണ്ട് ലക്ഷീകരിക്കപ്പെടുന്നു. അത് ശ്രദ്ധിക്കുക. അശ്വം ലക്ഷയിത്വ അജായത സൗവർണോ മഹിമാഗ്രഹോ. സൗവർണമായ ഗ്രഹം, ആ മഹിമ ഈ അശ്വത്തെ ലക്ഷീകരിച്ചുകൊണ്ട് ജനിച്ചു. ഏതുപോലെ? വൃക്ഷമനുവിദ്യോതതേ വിദ്യുതിരിയദ്വത്. ഒരു സ്ഥലത്ത് ഇരുണ്ട്, ഒന്നും കാണുന്നില്ല എന്ന് വെച്ചോളൂ, പൂർണ്ണമായിട്ട് ഇരുണ്ടിട്ടാണ്. അപ്പോൾ പെട്ടെന്നൊരു മിന്നൽ മിന്നി. മിന്നിയപ്പോൾ വൃക്ഷം കണ്ടു. അപ്പോൾ ആ വൃക്ഷത്തെ പിന്തുടർന്ന വൃക്ഷത്തെ എടുത്ത് കാണിച്ചു മിന്നൽ. അപ്പം മിന്നൽ വൃക്ഷത്തിനെ പിൻഭാഗത്തായിട്ട് മിന്നി വൃക്ഷം ബോധിപ്പിക്കപ്പെട്ടു. അതുപോലെ ഈ അശ്വത്തിൻ്റെ മുൻഭാഗത്തായിട്ട് ഈ സൗവർണമായ ഗ്രഹം വെച്ചു. അത് പ്രകാശപൂർണമാണ്, അത് പകലാണ്. ഇത്രയേ ഉള്ളൂ. ആ ഗ്രഹത്തിൻ്റെ തസ്യ ഗ്രഹസ്യ പൂർവേ പൂർവോ സമുദ്ര യോനി. പൂർവസമുദ്രമാണ് യോനി. പകലാകുന്ന ഗ്രഹത്തിൻ്റെ യോനി പൂർവസമുദ്രമാണ്. അവിടെ പൂർവ എന്നും സമുദ്ര എന്നുള്ളത് വേദത്തിൽ പൂർവേ എന്നും സമുദ്രേ എന്നും വിഭക്തി മാറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ആ അർത്ഥത്തിൽ എടുക്കണ്ട. അതാണ് ഭാഷ്യകാരൻ പറയുന്നത് വിഭക്തി വ്യത്യയേന. വിഭക്തി തിരിച്ചിട്ടാണ് പറഞ്ഞത്. ആ തിരിച്ചത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രഥമയിൽ മനസ്സിലാക്കിയാൽ മതി. പൂർവേ സമുദ്രേ എന്ന് മനസ്സിലാക്കണ്ട, പൂർവ സമുദ്ര എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ട്? യോനിഹി എന്നുള്ളത് കൊണ്ട്. അപ്പോൾ കിഴക്കൻ സമുദ്രമാണ് ഈ പകലാകുന്ന സൗവർണ ഗ്രഹത്തിൻ്റെ
ഉദ്ഭവസ്ഥാനം. യോനി ഇത്യാസാദന സ്ഥാനം, പ്രാപ്തിസ്ഥാനമാണ് യോനി. ഒന്നിനെ നേടുന്ന സ്ഥാനത്തിനാണ് നമ്മൾ യോനി എന്ന് പറയുക. തഥാ അതുപോലെ രാത്രി രാജതഃ ഗ്രഹ, രാത്രി വെള്ളി കൊണ്ടുള്ള ഗ്രഹമാണ്. രാജതഃ എന്ന് പറഞ്ഞാൽ വെള്ളി കൊണ്ടുള്ള, രജതം എന്ന് പറഞ്ഞാൽ വെള്ളി, രാജതം വെള്ളി കൊണ്ടുണ്ടാക്കിയ ഗ്രഹമാണ്. വർണ്ണസാമാന്യാതുവ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഭാഷ്യകാരൻ പറയാണ്, ഇതുകൊണ്ടായിരിക്കാം, വർണ്ണസാമാന്യം കൊണ്ടായിരിക്കാം. എന്താണ്, നല്ല നിലാവുള്ള രാത്രിക്ക് ഒരു വെള്ളീൻ്റെ കളറാണല്ലോ ഏകദേശം, വെള്ളി നിലാവ്. സ്വർണ്ണ നിലാവ് എന്ന് പറയാറില്ല, അല്ല, ശരി ആയിക്കോട്ടെ. അല്ലെങ്കിൽ ജഗന്യത്വ സാമാന്യാതുവ, പകലിനേക്കാൾ താണിട്ടാണല്ലോ രാത്രിയുടെ ഒരു സ്ഥാനം, അതുകൊണ്ടും ആവാം. സ്വർണത്തിന് താഴെയാണല്ലോ വെള്ളിയുടെ സ്ഥാനം, ഇല്ലേ? അങ്ങനെയല്ലേ? അത് അങ്ങനെയാണ്. നമ്മളിവിടെ ഒരു പ്രധാന പണികളിൽ പെട്ടതാണ്. ഇപ്പോൾ ധാരാളം പേര് സ്വർണ്ണപാദസരമൊക്കെ അടിഞ്ഞ് വരാറുണ്ട്. ഞാൻ ആദ്യം അവരായിട്ടൊന്ന് ലോഹിയാക്കും. ഒന്ന് ലോഹിയായിട്ട് പാദസരം വാങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എന്നിട്ട് പറയാം നമുക്ക് വെള്ളിപ്പാദസരം ആക്കാം, അത് നിങ്ങൾ മാലയാക്കിയിട്ടോ വളയാക്കിയിട്ടോ എന്തെങ്കിലും ആക്കിയിട്ട് ഇട്ടോളൂ. പാദസരം സ്വർണം കൊണ്ട് വേണ്ട, അത് വെള്ളി മതി. സ്വാമി പാദസരം വെള്ളി ഇടണം നിർബന്ധമുണ്ട്. എനിക്കൊരു നിർബന്ധമില്ല, പാദസരം ഇടണം വെച്ചാൽ വെള്ളീൻ്റെ ഇടുക. സ്വർണത്തിൻ്റെ പാദസരം ഇടുന്ന പതിവില്ല. അരയ്ക്ക് താഴോട്ട് ഏത് ചക്രവർത്തി സാർവഭൗമനും സ്വർണം ഉപയോഗിക്കാറില്ല. സ്വർണത്തെ നമ്മൾ ലക്ഷ്മി ഭാവത്തിലാണ് കാണുന്നത്. അതിനെ പൃഷ്ഠഭാഗത്ത് വയ്ക്കാറില്ല. പൃഷ്ഠഭാഗം വെള്ളി, പുരസ്താദ് സ്വർണം, അതാണ് പതിവ്. എനിക്കൊരുപാട് സ്വർണ്ണം ഉണ്ടെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ടാൽ മതിയല്ലോ, കഴുത്തിലും തലയിലും ചെവിയിലും മൂക്കിലും ഒക്കെ ആയിട്ട് ഇട്ട് തന്നെ. എന്താ സ്വർണം കൊണ്ട് വസ്ത്രം ഉണ്ടാക്കട്ടെ. രാജാക്കന്മാരൊക്കെ അങ്ങനെ പതിവുണ്ട്, ഇപ്പോഴാ വലിയ ധനികരൊക്കെ അങ്ങനെ പതിവുണ്ട്. അത് നല്ലതാണ്. അങ്ങനെയാണ് ഈ സ്വർണം കൊണ്ടുള്ള എന്താ പറയുക, ചെറിയ നൂല് ഉണ്ടാക്കും. അത് ഊടും പാവുമായിട്ട് കര ആക്കിയിട്ടാണ് ശരിക്ക് പറഞ്ഞാൽ കസവ്. ഇപ്പം കസവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം കസവ് പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്, എന്തോ നൈലോൺ പോളിമർ ആണ്. ശരിക്ക് കസവ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണനൂല. അങ്ങനെയുള്ളതാണ് പൊന്നാട. ഇന്നിപ്പോൾ പൊന്നാട എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈക്കുക, ആടേയുള്ളൂ, പൊന്നില്ല. അപ്പോൾ ചിലരൊക്കെ സ്വാമിക്ക് ഒരു പൊന്നാട അണിയിക്കുന്ന പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കാര്യം ചെയ്യൂ, ഒറിജിനൽ പൊന്നാട കാണിച്ചാൽ എനിക്ക് സന്തോഷമാണ്, ഈ ആട കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇത് ഒരു അതുകൊണ്ട് എന്ത് ഗുണമുള്ള ഒരു ഗുണമില്ല. അതുപോലെ പൊന്നാട കാണിച്ചാൽ ഒരു ഗുണമാണ്, അതിൽ നല്ല പൊന്നിൻ്റെ നൂല് വേണം. അതുകൊണ്ടാണ് കര ഉണ്ടാക്കുക. അത് കര എത്ര വീതിയുണ്ടോ അത്രയും കേമായി. അങ്ങനെയാണ് പണ്ട് നെയ്യുന്നത്. ഇപ്പോഴും ഉണ്ടാവും ആരെങ്കിലുമൊക്കെ അങ്ങനെ, അല്ലേ? ഉണ്ടാവും. ശരി. അപ്പം അതുകൊണ്ട് എന്തായാലും ജഗന്യമാണ് വെള്ളി, ഊർധ്വമാണ് സ്വർണം, അതുകൊണ്ടും ആവാം. തൗ ഏതോ ഇത് രണ്ടു ഉഭയതഃ സ്ഥാപ്യതേ. തൗ ഏതൗ വൈ മഹിമാനൗ മഹിമാഖ്യൗ ഗ്രഹൗ അശ്വം അഭിതഃ സംബഭൂവതുഹു. അഭിതഃ രണ്ട് ഭാഗത്തും സംബഭൂവതുഹു സംഭവിച്ചു. ഇത് രണ്ട് ഗ്രഹങ്ങൾ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉള്ളത്. അതുപോലെ ഈ വിരാട്ടാകുന്ന അശ്വത്തിന് പകലും രാത്രിയുമെന്ന് രണ്ട് ഗ്രഹങ്ങൾ, രണ്ട് പാത്രങ്ങൾ. ഒന്ന് കിഴക്കൻ സമുദ്രം, മറ്റേ പടിഞ്ഞാറൻ സമുദ്രം. ഇത്തം
ഇത്തം അസൗ അശ്വഃ മഹത്വയുക്തഃ ഇതി സ്തുത്യർത്ഥം. അങ്ങനെ അത്രയും മഹത്വയുക്തമാണ് ഈ അശ്വം എന്ന് സ്തുതിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് സ്വർണവും മറ്റേ ഭാഗത്ത് വെള്ളിയാണ്. വലിയ മഹത്വയുക്തമായ അശ്വമാണിത്. തഥാച ഹയഃ ഭൂത്വ ഇത്യാദി സ്തുത്യർത്ഥമേവ. അതുപോലെ ഹയമായിട്ടത് ദേവത്വം പ്രാപിച്ചു, ദേവന്മാരുടെ വാഹനായി എന്നൊക്കെ പറയണത് സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. ഹയം എന്ന് പറഞ്ഞാൽ ഹിനോതേഹ ഗതികർമ്മണ. ഹിന് ഗതി, ഗത്യർത്ഥകമായ ധാതുവാണ്. അപ്പം അതുകൊണ്ട് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിന് പറയുന്ന പേരാണ് ഹയം. വിശിഷ്ടഗതി, അതിവിശിഷ്ടമായ വേഗതയോട് കൂടിയതാണ് ഹയം. അല്ലെങ്കിൽ ജാതി വിശേഷോവ, അല്ലെങ്കിൽ ജാതിയാണ്. കുതിരയിൽ തന്നെ ഒരു ജാതിയാണ് ഹയം, വേറൊരു ജാതിയാണ് അർവൻ, വേറെ ജാതിയാണ് വാജി, വേറൊരു ജാതിയാണ് അശ്വം. അപ്പോൾ കുതിരയത്തെ ജാതി വിശേഷമാണ്. ഒരു ജാതി അല്ല കേട്ടോ, പല ജാതിയാണ്. പിന്നെ അത് ജാതി വിശേഷം എന്താ? ചില ജാതി കുതിരകളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ നോക്കിപ്പോവും. പല നാട്ടിലും കുതിരകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില നാട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന കുതിരനെ കണ്ടാൽ തന്നെ എന്തൊരു ചന്തമാണ്. അതിൻ്റെ വലുപ്പവും അതിൻ്റെ ആ എടുപ്പും ഓക്കെ അതെല്ലാ ജാതിക്കും ഉണ്ടാവില്ല. ആ ജാതിക്ക് പറ്റിയ പണി ആ ജാതി, ഈ ജാതിക്ക് പറ്റിയ പണി ഈ ജാതി. ഈ ജാതിക്ക് പറ്റിയത് അതിനെ കൊണ്ട് ജയിച്ചാലോ, ആ ജാതിക്ക് പറ്റിയത് ഇതിനെ കൊണ്ട് ജയിച്ചാലോ അബദ്ധമാവും. ഇതുള്ളത് തന്നെയാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആധികാരികത ചോദിക്കരുത്, അറിയില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ശ്രീധാരണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഗുരുദേവൻ തന്നെയാണ് അവിടെ ജാതി തൈകൾ കുഴിച്ചിട്ടത്. ജാതി തൈയല്ല, ജാതി തൈകൾ. അപ്പോൾ സഹോദരൻ അയ്യപ്പനാണോ ഓർമ്മയില്ല, അതുകൊണ്ട് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യരുതേ. സഹോദരൻ അയ്യപ്പനാണോ വേറെയാണോന്ന് ഓർമ്മയില്ല. ഏതായാലും വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു അത്രേ, ഗുരു ഒരു ജാതി പറഞ്ഞിട്ട് പല ജാതിയാണല്ലോ കുഴിച്ചിടുന്നത്. പല ജാതിയാണല്ലോ കുഴിച്ചിടുന്നത്. ഒരു ജാതി എന്നാണല്ലോ ഗുരുദേവൻ്റെ സിദ്ധാന്തം. എന്നാൽ ഗുരുദേവൻ കുഴിച്ചിടുന്നതോ പല ജാതി. അപ്പോൾ ഗുരുദേവൻ ഉടനെ മറുപടി പറഞ്ഞത്രേ, ഒരു ജാതിയാണ് പല ജാതി. എല്ലാം ഒരു ജാതിയാ. അതും ജാതി, അതും ജാതി, മറ്റവും ജാതി, എല്ലാം ജാതിയാണ്. ഒരു ജാതിയാണ് പല ജാതി. അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് കുതിരയിൽ ജാതിയുണ്ട്, ജാതി ഭേദമുണ്ട്. അതാണ് ജാതി. വാ ദേവാനവഹത്, ദേവന്മാരെ വഹിച്ചു. അവിടെ ഭാഷ്യകാരൻ പറയാണ് ദേവത്വം അഗമയത്, ദേവത്വത്തെ പ്രാപിച്ചു. എന്തുകൊണ്ട്? പ്രജാപതിത്വാത്, പ്രജാപതി ആയതുകൊണ്ട്. അല്ലെങ്കിൽ ദേവാനാം വോഠ വാ അഭവത്, ദേവന്മാരുടെ വാഹകനായി. വോഠ വാഹകൻ, വഹിക്കുന്നവനാണ് വോഠാവ്. അപ്പൊ ദേവന്മാരെ വഹിക്കുന്ന കുതിരയ്ക്ക് പറയുന്ന പേരാണ് ഹയം. ഓടയല്ല, ഹയം, ഹയഹ. നനു നിന്ദായേവാ വാഹനത്വം. അത് അവിടെ ഒരു ശങ്ക വരികയാണ്, ഒരു സംശയം. നനു നിന്ദായേവാ വാഹനത്വം. അയ്യയ്യേ, നിങ്ങളെന്താ പറഞ്ഞത്? സ്തുതിക്കാനാണെന്നോ? ഇത് സ്തുതിയല്ലല്ലോ, നിന്ദയല്ലേ ഇത്? ശങ്കരാചാര്യ ഭാഷ്യകാരൻ പറഞ്ഞത് സ്തുതിക്കാനാണെന്നാണ്. പക്ഷെ ഫലത്തിൽ ഇത് നിന്ദിക്കല്ലേ. കാരണം എന്താ? വാഹനത്വം വേറെ ഉള്ളവരെ വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്തുതിയാണോ നിന്ദയാണോ? നിന്ദയാണല്ലോ. വാഹനമായി എന്ന് പറഞ്ഞാൽ നിന്ദയല്ലേ. അപ്പോൾ ഇത് ഹയത്തിൻ്റെ മഹിമയല്ലല്ലോ, ഇത് ഹയത്തിൻ്റെ നിന്ദയല്ലേ. ചോദ്യം നൈഷ ദോഷ വാഹനത്വം സ്വാഭാവികമശ്വസ്യ
സ്വാഭാവികത്വാത് ഉച്ഛ്രായ പ്രാപ്തി ദേവാദിസംബന്ധ അശ്വസ്യ ഇതി സ്തുതിരേവ യേഷാ തഥാ വാജ്യാദയഃ ജാതിവിശേഷാः വാജീഭൂത്വാ ഗന്ധർവാൻ അവഹത് ഇതി അനുഷംഗഃ തഥാ അർവാ ഭൂത്വാ അസുരാൻ അശ്വോ ഭൂത്വാ മനുഷ്യാൻ സമുദ്രേവ ഇതി പരമാത്മാ ബന്ധു ബന്ധനം ബധ്യത്തെ അസ്മിൻ ഇതി സമുദ്രഃ യോനിഃ കാരണം ഉത്പത്തിം പ്രതി ഏവം അസൗ ശുദ്ധയോനിഃ ശുദ്ധസ്ഥിതിരിതി സ്തൂയത്തെ അപ്സു യോനിർവാ അശ്വഃ ഇതി ശ്രുതേഃ പ്രസിദ്ധ ഏവ വാ സമുദ്രോ യോനിഃ നൈഷ ദോഷഃ വാഹനത്വം സ്വാഭാവികം അശ്വസ്യ സ്വാഭാവികത്വാത് ഉച്ഛ്രായ പ്രാപ്തി ദേവാദിസംബന്ധഃ അശ്വസ്യ ഇതി സ്തുതിരേവ ഏഷാ തഥാ വാജ്യാദയഃ ജാതിവിശേഷാः വാജീഭൂത്വാ ഗന്ധർവാൻ അവഹത് ഇത്യനുഷംഗഃ തഥാ അർവാ ഭൂത്വാ അസുരാൻ അശ്വോ ഭൂത്വാ മനുഷ്യാൻ സമുദ്ര ഏവ ഇതി പരമാത്മാ ബന്ധുഃ ബന്ധനം ബധ്യത്തെ അസ്മിന്നിതി സമുദ്രഃ യോനിഃ കാരണം ഉത്പത്തിം പ്രതി ഏവം അസൗ ശുദ്ധയോനിഃ ശുദ്ധസ്ഥിതിരിതി സ്തൂയത്തെ അപ്സു യോനിർവാ അശ്വഃ ഇതി ശ്രുതേഃ പ്രസിദ്ധ ഏവ വാ സമുദ്രോ യോനിഃ. അയ്യോ ഇത് നിന്ദയല്ലേ വാഹനമായി എന്ന് പറഞ്ഞാൽ ചോദ്യം. വാഹനം നിന്ദയല്ല. എന്താ കാരണം? നൈഷദോഷ, അങ്ങനെ ഒരു ദോഷം ഇല്ല. വാഹനത്വം കൊണ്ട് നിന്ദ നിങ്ങൾ പറയരുത്. എന്തുകൊണ്ട്? വാഹനത്വം സ്വാഭാവികം അശ്വസ്യ. അത് ഓരോ ജന്തുവിൻ്റെയും സൃഷ്ടിയിൽ അതിന് സ്വാഭാവികത്വമുണ്ട്. ആ സ്വാഭാവികത്വം ഒരിക്കലും നിന്ദയോ അല്ലെങ്കിൽ പൂജയോ അല്ല. അവിടെ ഉത്കർഷാപകർഷങ്ങളില്ല. ഞാൻ ഉയർന്നവൻ ഞാൻ താണവൻ എന്നുള്ള വ്യത്യാസമില്ല. ആ വ്യത്യാസം കൽപ്പിക്കുന്നിടത്താണ് കുഴപ്പം. ജാതി ഇല്ല എന്ന് പറയരുത്. ജാതി കൊണ്ട് ഉയർന്നു താണു എന്ന് പറയരുത്. മനസ്സിലായില്ല? ഉയർന്ന ജാതി താണ ജാതി പറയരുത്. അങ്ങനെയില്ല. ജാതിഭേദമുണ്ട്. ജാതിഭേദം ഇല്ല പറയരുത്. ജാതിഭേദം ഇല്ലാത്ത എന്താ ഉള്ളത്? ജാതിഭേദമുണ്ട്. വെണ്ടയ്ക്കയ്ക്ക് ജാതിയില്ല, വഴുതനങ്ങയ്ക്ക്, എല്ലാത്തിനും ഉണ്ട്. എല്ലാ കല്ലും വിഗ്രഹം ഉണ്ടാക്കാൻ ഉപയോഗിക്കുക? ഇല്ല, അതിന് പ്രത്യേക കല്ലുകളുണ്ട്. എല്ലാ പട്ടീനെയും പോലീസിലേക്ക് എടുക്കില്ല. DYSP SP ഒന്നും ആക്കില്ല. അതിൻ്റെതായ ചില ബ്രീഡുകളുണ്ട്, അതേ എടുക്കുള്ളൂ. എന്താന്ന് വെച്ചാൽ അങ്ങനെയാണ്. എന്താന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയാണത്. പക്ഷെ ഉയർച്ച താഴ്ച കൽപ്പിക്കുന്നിടത്താണ് കുഴപ്പം. ഓരോന്നിനും അതിൻ്റെ ധർമ്മമുണ്ട്. ആ ധർമ്മങ്ങളെ മുഴുവൻ ബഹുമാനിക്കാൻ പഠിക്കണം. ആ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഒന്ന് സ്വാഭാവികമായിട്ട് ഏത് വൃത്തിയാണോ അത് മഹിമയാണ്. അത് മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല. നമ്മുടെ ഒരു അടിസ്ഥാന വീക്ഷണമായിരിക്കണത്. സാമൂഹികമായ ഒരടിസ്ഥാന വീക്ഷണമായിരിക്കണം ഇതെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇല്ലെങ്കിൽ നമുക്ക് ഉത്കർഷത അപകർഷതയൊക്കെ വരും.
ഒരാൾ വൈദിക വിധാനത്തിൽ, ഉദാഹരണം പറയുകയാണ്, ഒരു വൈദിക വിധാനത്തിൽ ഗായത്രിയാദി ഉപദേശം സ്വീകരിച്ച് ഒരാൾ സാത്വികമായി പൂജ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വേറൊരാൾ ഗായത്രിയാദി സ്വീകരണമില്ലാതെ പരമ്പരാഗതമായി ഗുരുവിൽ നിന്ന് ലഭിച്ച മന്ത്രം സ്വീകരിച്ചുകൊണ്ട്, അതുകൊണ്ട് യജ്ഞോപവീതം തുടങ്ങിയവ ഇല്ല, പൂജ ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. ഇതിൽ രണ്ടിലും ഉത്കർഷമോ അപകർഷമോ ഇല്ല. നേരെ മറിച്ച് ഇവന് തോന്നുകയാണ് ഞാനും ഒരു പൂണൂലിട്ടാലേ പൂജാരിയാവുള്ളൂ എന്ന് തോന്നിയാൽ തെറ്റി. അതുകൊണ്ട് ഞാനും ഒരു പൂണൂലിടണം എന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ്. മറിച്ച് എൻ്റെ ഗുരുക്കന്മാർ ഉപദേശിച്ച സമ്പ്രദായത്തിൻ്റെ ശുദ്ധമായ രീതിയിൽ ഞാൻ പൂജ ചെയ്യാം എന്നയാൾ മനസ്സിലാക്കുക വേണ്ട. അപ്പോൾ അവിടെ ഉത്കർഷമോ അപകർഷമോ ഇല്ല. മറ്റേ അപകർഷത ഉണ്ടെങ്കിൽ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, സവർണ അവർണാദി ഭേദങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഒക്കെ ഉണ്ട്. അത് ഉള്ളിൽ നിന്ന് വരുന്ന അപകർഷതാബോധത്തിൽ നിന്ന് വരുന്നതാണ്. മറ്റതതില്ല. മറ്റതെല്ലാം തനത് മഹിമുള്ളതാണെന്ന് മനസ്സിലാക്കും. അതാണ് വേണ്ടത്. വന്യമായിരിക്കുന്ന ഒരു ഉപാസനാ പദ്ധതിയിൽ നമ്മൾ ഓട്ടുപാത്രത്തിൽ പായസം ഉണ്ടാക്കിയിട്ട് ഭഗവാന് നേദിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന കയ്യാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുക? ആ വനത്തിൽ നിന്ന് കിട്ടുന്ന മൃഗത്തെ പിടിച്ചു കൊണ്ടുവന്ന് വെട്ടി ഭഗവാന് സമർപ്പിക്കും. അതിലെന്താ തെറ്റ്? അത് താഴെയോ ഇത് മുകളിലോ അല്ല, ഇത് താഴെയോ അത് മുകളിലോ അല്ല. ഇതിൻ്റെ മഹത്വം, അതിനതിൻ്റെ മഹത്വം. അതുകൊണ്ട് ഓരോന്നും സ്വാഭാവികമായ എന്താണോ ആ വൃത്തി ഉത്കൃഷ്ടമാണ്. പട്ടീനെ പുറത്ത് കെട്ടിയത് കൊണ്ടത് മോശമാവുന്നില്ല. അയ്യോ അത് മോശമാണല്ലോ, ഞാൻ അകത്ത് കിടക്കയിൽ കിടത്താം എന്ന് പറഞ്ഞ് പട്ടീനെ അകത്ത് കിടത്തി. വിരോധമൊന്നുമില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അത് ചെയ്യുന്നവരുടെ ഇഷ്ടമാണ്. പക്ഷേ മര്യാദയ്ക്കല്ല എങ്കിൽ ഒരു 10 കൊല്ലം കൊണ്ട് അപ്പൻഡിസൈറ്റീസും മറ്റു രോഗങ്ങളും ഉണ്ടാവും. ആ രോമൊക്കെ ഉള്ളിൽ പോയിട്ട് എന്ത് സംശയം? എത്ര ബ്രഷ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും പട്ടിക്ക് രോമം കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അവൻ്റെ സ്ഥാനം പുറത്താണ്. അതുകൊണ്ട് ഒരു അപകർഷതയില്ല. അതാണത്. അല്ല, അകത്ത് കെട്ടിട്ടുണ്ട്. സ്വാമിക്ക് വിരോധമുണ്ടോ? എനിക്കൊരു വിരോധമല്ല. ഞാൻ മടിയിലിരുത്തും, ഞാൻ അതിനെ കെട്ടിപ്പിടിക്കും, കളിക്കും ഒക്കെ ചെയ്യും. അത് വേറെ വിഷയം. പക്ഷെ ഈ ഭാവന നമ്മൾ മാറ്റണം. ഉത്കർഷ അപകർഷമില്ല. എല്ലാത്തിനെയും ബഹുമാനിക്കാനും എല്ലാത്തിനെയും സ്നേഹിക്കാനും എല്ലാത്തിനെയും തുല്യമായി കാണാനും പഠിക്കുക. പല ജാതി ഇല്ലാതൊന്നും പറഞ്ഞേക്കരുത്. വലിയൊരു പ്രശ്നമാണ് ഈ ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ. അത് അങ്ങനെ ഈ 10 പേര് ഒച്ചത്തിലൊന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് അംഗീകരിക്കപ്പെടുക. ഇന്നത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഒരു ദിശയിലാണ് പ്രചരിപ്പിക്കുക. അത് ചിന്തിക്കുക, വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പം അതുകൊണ്ട് നിന്ദയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് അശ്വത്തിൻ്റെ പണി അത് തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതിൽ ഉച്ഛ്രയപ്രാപ്തിയുണ്ട്, അതിൽ സ്തുതിയുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ദേവന്മാരെ വഹിക്കുന്നു. ആര്? ഹയം. ദേവന്മാരെ വഹിക്കുന്നു. അതുപോലെ വാജി തുടങ്ങിയവയും ജാതിവിശേഷമാണ്. വാജിയായിട്ട് വാജീഭൂത്വ ഗന്ധർവാനവഹത്, വാജിയായിട്ട് ഗന്ധർവന്മാരെ വഹിക്കുന്നു. ഈ കവികൾ ഇതൊക്കെ പര്യായമായിട്ട് ഉപയോഗിക്കേ, അവിടെ തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായില്ല? കവികൾ അശ്വം എന്ന് പ്രയോഗിക്കേണ്ടടുത്ത് വാജി എന്ന് പ്രയോഗിക്കും, വാജി എന്ന് പ്രയോഗിക്കേണ്ടടുത്ത് ഹയെന്ന് പ്രയോഗിക്കും, ഹയെന്ന് പ്രയോഗിക്കേണ്ടടുത്ത് അർവാന്ന് പ്രയോഗിക്കും. അത് സ്വാതന്ത്ര്യമാണ്. കവികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ശുദ്ധശാസ്ത്രം ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഈ സ്വരങ്ങൾ ഹ്രസ്വം ദീർഘം പ്ലുതം, ഇതിൽ സാമാന്യമായിട്ട് ഹ്രസ്വം ഉച്ചരിക്കേണ്ടടുത്ത് ദീർഘം ഉച്ചരിച്ചാൽ തെറ്റാന്ന് പറയും, ദീർഘം ഉച്ചരിക്കേണ്ടടുത്ത് പ്ലുതം ഉച്ചരിച്ചാൽ തെറ്റാന്ന് പറയും. എന്നാൽ സംഗീതത്തിലോ? സംഗീതത്തിൽ തെറ്റില്ല. സംഗീതത്തിൽ ചിലപ്പോൾ ഹ്രസ്വം വേണ്ടെടുത്ത് ദീർഘവും ദീർഘം വേണ്ടെടുത്ത് പ്ലുതമൊക്കെ ആയിട്ട് പറയും.
ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെയൊക്കെ ചില ഹരി കേട്ട് കഴിഞ്ഞാൽ 1000 പുളുതം ഒന്നിച്ചായ പോലെയൊക്കെ ഉണ്ടാവും. അതായിട്ട് നമ്മൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുവും. അതെ, സംശയമുള്ളവരൊന്ന് കേട്ടിട്ട് പിടിച്ചു നോക്കുക, ഒന്ന് കൂടെ പിടിച്ചു നോക്കൂ. കാറ്റ് പോയി ചത്തുപോവും. സംശയമുള്ളവർ വേണ്ടാന്ന് പിടിച്ചു പോയിക്കൊള്ളോ. വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടാന്ന്. അതെ, അതെന്താ അത് ഹരി എന്നുള്ള ഈ കാരം അങ്ങനെ ദീർഘിപ്പിക്കാൻ പാടുണ്ടോയെന്ന് വെച്ചാൽ സംഗീതത്തിൽ അതൊക്കെ ആവാം, ഇത്രയേ ഉള്ളൂ, അല്ലാണ്ട് വയ്യ. അശ്വഭൂത്വ മനുഷ്യൻ, അശ്വമായിട്ട് മനുഷ്യന്മാരെ വഹിച്ചു. സമുദ്ര ഏവ ഇതി പരമാത്മാ ബന്ധു. സമുദ്രത്തിന് ഇവിടെ പരമാത്മാ എന്ന് തന്നെയാണ് അർത്ഥം. ആ പരമാത്മാവിൽ നിന്നാണ് പകൽ ഉദിക്കുന്നത്, രാത്രി ഉദിക്കുന്നത്. ബന്ധനം ബദ്ധ്യത അസ്മിൻ, ഇതിലാണ് ബന്ധിക്കപ്പെടുന്നത്. സമുദ്രത്തിലാണ് ദിനരാത്രങ്ങൾ ബന്ധിക്കപ്പെടുന്നത്. എല്ലാം എല്ലാം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പരമാത്മാവിലാണ്. അതുകൊണ്ട് ഇവിടെ സമുദ്രം പരമാത്മാവാണ്. സമുദ്രോ യോനിഹി കാരണം ഉത്പത്തിം പ്രതി. ഉത്പത്തി കാരണം സമുദ്രം തന്നെ. അസോ ശുദ്ധയോനിഹി ശുദ്ധസ്ഥിതി. അതുകൊണ്ട് ശുദ്ധയോനിയാണ്, ശുദ്ധസ്തുതിയാണ്. ആര്? ഈ അശ്വം. അതിൻ്റെ പിമ്പിലുള്ള 2 ദിനരാത്രങ്ങളാകുന്ന ഗ്രഹങ്ങൾ. അപ്സു യോനിർവാ അശ്വഹ, ജലത്തിൽ യോനിയായിട്ടുള്ളതാണ് അശ്വമെന്ന് മന്ത്രമുണ്ട്. ജലത്തിൽ യോനിയായിട്ടുള്ളതാണ് അശ്വം. അശ്വത്തിൻ്റെ ഉദ്ഭവസ്ഥാനം ജലമാണ് എന്ന്. അപ്പം ആ ജലം എന്താ? പരമാത്മ. നശ്വഹ, നാളെ ഇല്ലാത്തത്. ഇന്ന് നാളെ എന്ന് കാലഭേദമില്ലാത്തതാണ് അശ്വം. അപ്പം ഇന്ന് നാളെ എന്ന കാലഭേദമില്ലാത്ത അശ്വം, അതിൻ്റെ ഉദ്ഭവം പരമാത്മാവ് തന്നെ. പ്രസിദ്ധ ഏവവാ സമുദ്രം. അല്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ പ്രസിദ്ധം ആയതെടുത്താൽ മതി. എന്താ പ്രസിദ്ധം? കടലിൽ നിന്ന് സൂര്യ ഉദിക്കുന്നു, കടലിൽ അസ്തമിക്കുന്നു, അതെടുത്താൽ മതി, എന്നാലും കുഴപ്പമില്ല. ഇതാണ് 2ാമത്തെ മന്ത്രം. ഇത് ബൃഹദാരണ്യകോപനിഷത് ഭാഷ്യേ പ്രഥമാധ്യായേ പ്രഥമം അശ്വമേധ ബ്രാഹ്മണം. ഇപ്രകാരം ബൃഹദാരണ്യക ഉപനിഷത് ഭാഷ്യത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാമത്തെ ഖണ്ഡം കഴിഞ്ഞു. 1-ാമത്തെ ബ്രാഹ്മണം കഴിഞ്ഞു, ഖണ്ഡല്ല, ബ്രാഹ്മണം കഴിഞ്ഞു. 1-ാം അധ്യായത്തിൽ 1-ാം ബ്രാഹ്മണം കഴിഞ്ഞു. ഈ ബ്രാഹ്മണത്തിൻ്റെ പേര് അശ്വമേധ ബ്രാഹ്മണം കഴിഞ്ഞു. ഇനി 2-ാം ബ്രാഹ്മണം, അത് നമുക്ക് അടുത്ത പ്രാവശ്യം. അപ്പോൾ ഒരു ബ്രാഹ്മണം കഴിഞ്ഞേ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.